കൊടുത്താക്കുന്നത്. അതുപോലെ തന്നെ ഇനി 3 പേരുടെ ഞങ്ങളുടെ പേര് കൊടുക്കാനിരിക്കുന്നു. അപ്പം ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാൻ പോകുന്നതിന് മുമ്പ് അവർ നമ്മളെ സപ്രസ് ആക്കാനുള്ള ഒരു പരിപാടിയാണ്. സംസ്ഥാനത്ത് 26 സ്മാർട്ട് വില്ലേജുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നു. കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പൊതുജനങ്ങൾക്കായി വിവിധ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും മന്ത്രി കെ രാജൻ. കണ്ണൂരിൽ ഓഹരി കച്ചവടത്തിനിരയാക്കി പണം തട്ടിയ കേസിലെ മുഖ്യപ്രതി പിടിയിലായത് വിരാജ്പേട്ട കുടക് സ്വദേശി ആദർശ് കുമാർ. പ്രതിയെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം. ഗ്രേറ്റർ കൊല്ലം റോട്ടറി ക്ലബിന്റെ ഉയരെ പദ്ധതിയുടെ ഭാഗമായി പരിശീലനവും തൊഴിലവസരങ്ങളും ഒരുക്കുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ആശുപത്രികളിലും വിവിധ ഓഫീസുകളിലും ഹൌസ് കീപ്പിംഗ് വിഭാഗങ്ങളിലും. ഹൌസ് കീപ്പിംഗ് മേഖലയിൽ തൊഴിലെടുക്കാൻ അനുയോജ്യരായവരെ തിരഞ്ഞെടുത്തു. തൊഴിലവസരങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ഗ്രേറ്റർ കൊല്ലം റോട്ടറി ക്ലബ് ആവിഷ്കരിക്കുന്നത്. ആലപ്പുഴ അമ്പലപ്പുഴ BRC ഓട്ടിസം സെന്ററിലെ വിദ്യാർത്ഥികൾ ഓണം ആഘോഷിച്ചു. ഓണച്ചങ്ങാതി എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ എച്ച്സലാം MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് നേടിയ ഗായത്രി, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പുന്നപ്ര ജ്യോതികുമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സാർ, ഫുഡ് തനിക്കൊക്കെ വേറെന്തിനും പണിക്ക് പോക്കോളൂ. ടൈം എത്രയായി? നോൺസെൻസ്. മൊബൈല് മോനെ, ഇന്ന് നിനക്ക് ശമ്പളം കിട്ടുമോ? എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കണം. സാർ,